ശബരിമല കൊടിമര നിർമ്മാണ ക്രമക്കേടിൽ നടൻ മോഹൻലാലിന്റെയും ദിലീപിന്റെയും മൊഴിയെടുത്തു. മോഹൻലാലിന്റെ തിരുവനന്തപുരത്തെയും ദിലീപിന്റെ കൊച്ചിയിലെയും വസതിയിലെത്തിയാണ് വിജിലൻസ് മൊഴി രേഖപ്പെടുത്തിയത്. പ്രശാന്ത് ശങ്കരമംഗലത്ത് വിവരങ്ങളുമായി ചേരുകയാണ്. പ്രശാന്ത്, ഈ ധ്വജസ്തംഭത്തിന്റെ പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് വലിയ തിരിമറിയും ക്രമക്കേടും നടന്നുവെന്ന് ഇതിനകം തന്നെ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. ഏതാണ്ട് 29ഓളം ആളുകൾ സ്വർണം സംഭാവന ചെയ്തിരുന്നു. അതിൽ മോഹൻലാലും ദിലീപും ഒക്കെ വരുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണോ ഇരുവരുടെയും മൊഴിയെടുത്തത്? ഗൗതം, ശബരിമലയിലെ കൊടിമരത്തിൻ്റെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് കൊടിമരം മാറ്റുന്ന നടപടികളുമായി ബന്ധപ്പെട്ടായിരുന്നു ഇത്തരത്തിൽ സ്വർണം സ്വീകരിച്ചത്, സംഭാവനയായി സ്വീകരിച്ചത്. 2017 ഈ സംഭവം നടക്കുന്നത്. അതിൽ ഈ ഒരു കമ്പനി ഇതുമായി ബന്ധപ്പെട്ട് സ്പോൺസർ നൽകാമെന്ന് പറഞ്ഞിരുന്നു. ആ കമ്പനിക്ക് പുറമെയാണ് മറ്റ് വ്യാപകമായി ഇത്തരത്തിൽ സംഭാവന സ്വീകരിച്ചത്. ഈ രാഷ്ട്രീയ, സാമൂഹിക, അതോടൊപ്പം തന്നെ ചലച്ചിത്ര മേഖലകളിലെ വിവിധ ആളുകളിൽ നിന്നായിട്ടാണ് ഈ കൊടിമരത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ വ്യാപകമായി ഇത്തരത്തിൽ സ്വർണം സമാഹരിച്ചത്. ആ സ്വർണം സമാഹരിച്ചതിൽ, ആ സ്വർണം സംഭാവനയായി നൽകിയതിൽ മോഹൻലാലും അടക്കമുള്ള നടന്മാരും ഉൾപ്പെട്ടിരുന്നു. മോഹൻലാൽ, ദിലീപ്, സുരേഷ് ഗോപി, അതോടൊപ്പം തന്നെ രഞ്ജി പണിക്കർ ഉൾപ്പെടെയുള്ളവരിൽ നിന്നും ഇത്തരത്തിൽ സ്വർണം സംഭാവന സ്വീകരിക്കുകയും ചെയ്തു. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വിജിലൻസിൻ്റെ അന്വേഷണം നടന്നിരിക്കുകയാണ്. ആ അന്വേഷണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് മോഹൻലാലിൻ്റെയും ദിലീപിൻ്റെയും മൊഴി രേഖപ്പെടുത്തുന്നത്. മോഹൻലാലിൻ്റെ മൊഴി രേഖപ്പെടുത്തിയത് തിരുവനന്തപുരത്തു നിന്നും, ദിലീപിൻ്റെ മൊഴി എറണാകുളത്തു നിന്നുമാണ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ ഒരാഴ്ച കാലമായിട്ട് മോഹൻലാൽ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു. ഈ ഒരു കാലയളവിലാണ് മൊഴി രേഖപ്പെടുത്തിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായിട്ടുള്ള മൊഴി മോഹൻലാൽ നൽകുകയും ചെയ്തു. സ്വർണം വാങ്ങിയതടക്കമുള്ള കാര്യങ്ങൾ മൊഴിയായി പറയുന്നു. തിരുവനന്തപുരത്തെ ഒരു ജ്വല്ലറിയിൽ നിന്നാണ് സ്വർണം വാങ്ങിയത്. സുഹൃത്ത് മുഖേന വാങ്ങി 2 പവൻ സ്വർണം അത് ശബരിമലയിൽ പമ്പയിലേക്ക് എത്തിക്കുകയും ചെയ്തു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് മോഹൻലാൽ ഇപ്പോൾ മൊഴിയിൽ പറയുന്നത്. സുരേഷ് ഗോപിയാണ് ഇത്തരത്തിൽ ഒരു പുനഃപ്രതിഷ്ഠ നടക്കുന്ന കാര്യം തന്നോട് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സംഭാവന നൽകിയത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഈ മൊഴിയിൽ പറയുന്നത്. 2017 സ്വർണത്തിൻ്റെ കൊടിമരം അതിൻ്റെ പുനഃപ്രതിഷ്ഠ നടക്കുന്നത്. ആ പുനഃപ്രതിഷ്ഠ നടത്തണമെന്നത് ആവശ്യപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു സ്വർണം സമാഹരിക്കുന്നത്. ഇതിൽ ക്രമക്കേടുണ്ടായിട്ടുണ്ടോ എന്നൊരു കണ്ടെത്തൽ വന്നിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ആ ക്രമക്കേട് കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള അന്വേഷണം നടന്നു. ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ടൊരു അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ഈ സ്വർണ്ണക്കൊടിമരം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് അതിലൊരു ക്രമക്കേട് നടന്നതായിട്ടുള്ള കണ്ടെത്തൽ വരുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് വിജിലൻസിൻ്റെ ഒരു പ്രത്യേക അന്വേഷണ സംഘം തന്നെ രൂപീകരിക്കുകയും അന്വേഷണം നടക്കുകയും ചെയ്തു. 2 ഡിവൈഎസ്പിമാരും 3 SHOമാരും അടങ്ങുന്നൊരു സംഘം, 5 സംഘം. ആ 5 സംഘമാണ് ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ മൊഴികളടക്കം രേഖപ്പെടുത്തുകയും ഇത്തരത്തിൽ ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ ഈ കൊടിമരത്തിൽ നിന്നും മാറ്റിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെയാണ് അന്വേഷിക്കുന്നത്. ഇപ്പോഴും എത്ര ഗ്രാം സ്വർണ്ണമാണ് ഈ കൊടിമരത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ലഭിച്ചത് എന്നതിലൊരു കൃത്യതയില്ല. അതുകൊണ്ട് തന്നെ ഇത് കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ സംഭാവന നൽകിയവരെ മൊഴി രേഖപ്പെടുത്തുന്നത്. 27 പേരാണ് ഇത്തരത്തിൽ വിവിധ മേഖലകളിൽ പെടുന്ന 27 പേരാണ് സ്വർണം സംഭാവനയായി നൽകിയത്. ആ സ്വർണം സംഭാവന നൽകിയതിൻ്റെ ഏകദേശം എല്ലാവരുടെയും മൊഴികൾ രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. അതിൽ അവശേഷിക്കുന്ന കുറച്ച് പേർ മാത്രമാണ് ഇനിയുള്ളത്. ആ മൊഴികളും വരുന്ന ദിവസങ്ങൾക്കുള്ളിൽ ഈ വിജിലൻസിൻ്റെ പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തുകയും ചെയ്യും. എന്തായാലും അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗൗതം. ഓക്കെ.